പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഓതേണ്ട വ്യത്യസ്തങ്ങളായ 10 സ്ഥലങ്ങളും ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചുമാണ്. ഏതൊക്കെയാണ് ആ സ്ഥലങ്ങള്, ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൂമിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ, എല്ലാ ഹാജത്തുകളും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും ഇന്ന് സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഓതേണ്ട വ്യത്യസ്തങ്ങളായ 10 സ്ഥലങ്ങളെ കുറിച്ചും ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുത ഗുണങ്ങളെ കുറിച്ചുമാണ്. നമ്മളൊക്കെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തിനെ കുറിച്ച് കേട്ടവരാണ്. ഖുർആനിലെ അത്ഭുതകരമായ 2 ആയത്തുകളായി മഹാന്മാര് നമ്മളെ പരിചയപ്പെടുത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട 2 ആയത്തുകളാണ് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പാരായണം ചെയ്യാൻ മഹത്തുക്കള് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സമയം രാവിലെയും വൈകുന്നേരവുമാണ്. രാവിലെ നമ്മൾ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ 3 പ്രാവശ്യമോ 1 പ്രാവശ്യമോ പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ ഒരു പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെടൂല, പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മൾ അകപ്പെടൂല, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയാണ്. അതോടൊപ്പം വൈകുന്നേരം ഒരാൾ സൂറത്തു തൗബയിലെ ഈ 2 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ രാവിലെ വരെ അവനക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകും. രാവിലെ വരെ ഒരു അപകടത്തിലും അവൻ പെടൂല, ഒരു ഷർറിലും പെടുകയില്ല. അപ്പൊ ഒന്നാമത്തെ സമയം രാവിലെയും വൈകുന്നേരവുമാണ്. രണ്ടാമത് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ നാം ഓതേണ്ടത് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഇപ്പൊ ഫജ്അത്തുൽ മൗത്ത്, പെട്ടെന്നുള്ള മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കാണ്. രാത്രി ഉറങ്ങാൻ കിടക്കിയ ആള് രാവിലെ എണീക്കാൻ കഴിയാതെ മരണപ്പെടുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ 2 ആയത്തുകൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. മൻ ഖറഅഹാ ഫീ യൗമിൻ, ഒരാൾ പകലിൽ അഥവാ രാവിലെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് പാരായണം ചെയ്താൽ ലം യമുത് ഫീ ദാലികൽ യൗം, ആ പകലിൽ അവൻ മരിക്കുകയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, വലിയ ആരിഫ്യങ്ങൾ പറഞ്ഞതാ. അഥവാ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യൂല, മരിക്കുകയില്ല എന്നുള്ളതാണ്. വമൻ ഖറഅഹാ ഫീ ലൈലത്തിൻ, ഇനി ഒരാൾ ഈ 2 ആയത്ത് രാത്രിയാണ് പാരായണം ചെയ്തതെങ്കിൽ ലം യബുത് ഫീ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ അവൻ മരിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രത്യേക കാവലുണ്ടാകും. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. മൂന്നാമത് നമ്മൾ ഓതേണ്ട സമയം എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമാണ്. നമ്മൾ 5 വക്ത് ഫർള് നിസ്കരിക്കുമല്ലോ, ആ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയും, സുബ്ഹാനല്ലാഹ് പറയും, അൽഹംദുലില്ലാഹ് പറയും, അല്ലാഹു അക്ബർ എന്ന് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, നമ്മൾ പ്രാർത്ഥിക്കും, സ്വലാത്ത് ചൊല്ലാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഈ 2 ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണേ. വലിയ കാവലാണ്. മൻ ഖറഅ ദുബറ കുല്ലി സ്വലാത്തിൻ മഫ്റൂദ്, ഒരാൾ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ 2 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം? 7 മർറാത്ത്, 7 പ്രാവശ്യം. ഹഫിളഹുല്ലാഹു മിൻ കുല്ലി സൂഇൻ, എല്ലാ മോശമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കാവല് നമ്മൾക്കുണ്ടാകും. നമ്മളെ ജീവിതത്തിൽ എന്ത് നടക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചോ അത് നമ്മളെ ജീവിതത്തിൽ നടക്കൂല എന്നുള്ളതാണ്. നമ്മൾ വെറുക്കപ്പെട്ട കാര്യങ്ങൾ, നമ്മളെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല. അതിനെന്ത് വേണം? എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 7 പ്രാവശ്യം സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യുക. സുബ്ഹിന്റെ ശേഷം, അസറിന്റെ ശേഷം,
ളുഹറിന്റെ ശേഷം, മഗ്രിബിന്റെ ശേഷം, ഇങ്ങനെ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 4ാമത് ഓതേണ്ട സമയം ശത്രുക്കളെ ഭയമുള്ള സമയത്താണ്. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ്, ഉസ്താദെ ശത്രുക്കൾ കൂടുതലാണ്, കുടുംബക്കാരിൽ ശത്രുക്കളുണ്ട്, അയൽവാസികളിൽ ശത്രുക്കളുണ്ട്, കൂട്ടുകാരിൽ ശത്രുക്കളുണ്ട്, വീടിന്റെ ഉള്ളിൽ തന്നെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ശത്രുക്കളെ ഭയക്കുന്നുണ്ടെങ്കിൽ, ശത്രുക്കളെ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ കേൾക്കാത്ത രൂപത്തിൽ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ വലിയ കാവൽ അല്ലാഹു നൽകും, വലിയ സംരക്ഷണം അല്ലാഹു നൽകുകയാണ്. മൻ ഖറഅ ഇൻദ ലിഖാഇൽ അദുവി, ഒരാൾ ശത്രുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഇൻ ഹസമൽ അദുവു ബൈന യദൈഹി, അവന്റെ അടുക്കൽ നിന്ന് ശത്രു ഓടിപ്പോവുകയാണ്. അവന്റെ അടുത്തേക്ക് ശത്രുവിന് വരാൻ കഴിയൂല, അവനെ ഉപദ്രവിക്കാനോ അവനെ ബുദ്ധിമുട്ടിക്കാനോ ആ സമയത്ത് ശത്രുവിന് ഒരിക്കലും കഴിയൂല എന്നല്ലേ മഹാന്മാര് പറയുന്നത്. അത്ര വലിയ കാവലിന്റെ മന്ത്രമാണ് പ്രിയമുള്ളവരെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 5ാമത് നമ്മൾ ഓതേണ്ട സമയം രോഗശമനത്തിന് വേണ്ടിയാണ്. നമ്മൾ രോഗികളുടെ അടുക്കലേക്ക് പോകാറുണ്ടല്ലോ, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ടല്ലോ, അതല്ലെങ്കിൽ നമ്മൾക്ക് രോഗമുണ്ടാകാറുണ്ടല്ലോ. ആ സമയത്ത് രോഗശമനത്തിന് വേണ്ടി സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ഓതുക. രോഗികൾക്ക് ഈ 2 ആയത്തുകൾ ഓതി മന്ത്രിച്ചു കൊടുക്കൽ പുണ്യമുണ്ട്. അവിടെ രോഗം ശിഫയാകാൻ അത് കാരണമാകും. തുഖ്റഉ അലൽ മരീദ്, രോഗിയുടെ രോഗം മാറണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ രോഗിക്ക് ഈ 2 ആയത്തുകൾ ഓതി മന്ത്രിച്ചോതി കൊടുക്കുക. നമുക്ക് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം മന്ത്രിക്കുക, വലിയ കാവലാണ്, അത് ശിഫയാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവനും രോഗത്തിനുള്ള മരുന്നാണ്. അത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ശിഫാഉൽ ലിന്നാസ്, എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ആ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട 2 ആയത്തുകളാണ് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. അപ്പൊ രോഗശാന്തിക്ക്, രോഗശമനത്തിന് ഈ 2 ആയത്തുകൾ നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഓതേണ്ട മറ്റൊരു സ്ഥലമാണ് കടമുള്ള സമയത്ത്. ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. മക്കളെ കെട്ടിച്ച് കടം വന്ന ആളുകളില്ലേ, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിച്ച് കടം വന്ന ആളുകളുണ്ട്, വീട് നിർമ്മിച്ച് കടം വന്ന ആളുകളുണ്ട്, കച്ചവടം നടത്തി കടം വന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പല രൂപത്തിൽ കടം വന്ന ആളുകളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, കടങ്ങൾ വീടാൻ ഈ 2 ആയത്തുകൾ നമ്മളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കടങ്ങൾ വീടുകയും ചെയ്യും, ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുകയും ചെയ്യും. അഥവാ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഭയക്കേണ്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ദാരിദ്ര്യത്തിനെ തൊട്ട് അള്ളാന്റെ റസൂൽ വരെ കാവൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദാരിദ്ര്യം നീങ്ങാൻ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഉപയോഗപ്പെടുത്താം. കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും ഈ 2 ആയത്തുകൾ ഓതിയാൽ അള്ളാഹു വീട്ടാനുള്ള വഴികൾ തുറന്നു നൽകും. അതിന്റെ അർത്ഥം ഞാൻ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ഓതിക്കണു, അത് അള്ളാഹു വീട്ടിൽ തരുന്ന ജോലിക്കും പോവാതെ വീട്ടിലിരുന്നാൽ കടം വീടൂല. നമ്മൾ ഈ 2 ആയത്തുകൾ ഓതുകയും വേണം, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. 7ാമത്, ഹൃദയം വിശാലമാകാൻ ഈ 2 ആയത്തുകൾ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മൻ ദാവമ അലൈഹ, ഈ 2 ആയത്തുകൾ ഒരാൾ പതിവാക്കിയാൽ നവ്വറല്ലാഹു ഖൽബഹ്, അവന്റെ ഖൽബിൽ അല്ലാഹു ഈമാനിന്റെ പ്രകാശമിട്ട് കൊടുക്കും. വശറഹ സദ്റഹു, അവന്റെ ഹൃദയം അല്ലാഹു വിശാലമാക്കുകയാണ്. പിന്നെ ഒരാളോടും വെറുപ്പ് നമുക്ക് ഉണ്ടാകൂല, ഒരാളോടും അസൂയ ഉണ്ടാകൂല, അഹങ്കാരം ഉണ്ടാകൂല. നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ്. നല്ല സൽസ്വഭാവത്തോടുകൂടെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ്. കാരണം ഈ 2 ആയത്ത് ഓതിയാൽ നമ്മളെ ഖൽബിലേക്ക് ഈമാനിന്റെ പ്രകാശം അള്ളാഹു ഇട്ട് നൽകുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മളെ ഖൽബ് നന്നാവണം. ഖൽബ് നന്നാവാത്ത കാലത്തോളം നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല. ആ ഖൽബ് നന്നാവാൻ ഈ 2 ആയത്തുകൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ 8ാമത്തെ സമയം ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ്. ഇന്ന് പല ആളുകളും മൊബൈൽ ഫോൺ കണ്ട് റീൽസ് കണ്ട് അങ്ങനെ കടന്നുറങ്ങാണ്. ദിക്റില്ല, സ്വലാത്തില്ല, ഒന്നുമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ 2 ആയത്തുകൾ നമ്മൾ ഓതേണ്ടതുണ്ട്. ഖിറാഅത്തുഹാ ഇൻദൻ നൗമി,
ഉറങ്ങുന്ന സമയത്ത് ഈ 2 ആയത്ത് ഓതല് ഹിഫ്ളും മിനശ് ജിന്നി വശൈത്വാൻ, ശൈത്താന്മാരിൽ നിന്നും പിശാചുക്കളായ ജിന്നുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരിക്കലും നമ്മളെ പിശാചുക്കൾ പേപ്പിക്കൂല, ശൈത്താന്മാര് പേപ്പിക്കൂല. ഉറക്കത്തിൽ കിടന്ന് സുബഹി ഖളാ ആകൂല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് അമിതമായി ഉറങ്ങിക്കഴിഞ്ഞാൽ, അന്തല്ലാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ സുബഹി ഖളാ ആയി പോകും, തഹജ്ജുദ് നിസ്കാരമൊക്കെ ഖളാ ആയി പോകും. അപ്പൊ ആ ഉറക്കത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേക കാവലുണ്ടാകാൻ, പിശാചുക്കളെ ചെറിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഈ 2 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 9ാമത്, വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി വീട്ടിൽ സമാധാനം ഉണ്ടാകണം. നമ്മൾ 50 ലക്ഷവും 10 ലക്ഷവും 25 ലക്ഷവും ഒക്കെ ക്യാഷ് ചെലവഴിച്ച് വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ ഞാൻ 25 കൊല്ലം ഗൾഫിൽ നിന്നിട്ടുണ്ട്, 10 കൊല്ലം ഗൾഫിൽ നിന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് എൻ്റെ ഭാര്യക്കും മക്കൾക്കും എൻ്റെ മാതാപിതാക്കൾക്ക് താമസിക്കാനുള്ളൊരു വീട് മാത്രമാണ്. അങ്ങനെ ഉണ്ടാക്കിയ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ, അങ്ങനെ ഉണ്ടാക്കിയ വീട്ടിൽ സ്വസ്ഥത ഇല്ലെങ്കിൽ, എപ്പോഴും പ്രയാസമാണെങ്കിൽ, ബറക്കത്തില്ലെങ്കിൽ, റഹ്മത്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ആ വീട്ടിൽ അള്ളാഹുവിന്റെ കാവലും ആ വീട്ടിൽ ബറക്കത്തും റഹ്മത്തും സന്തോഷമൊക്കെ ഉണ്ടാകാൻ നമ്മളെ വീട്ടിൽ എല്ലാ ദിവസവും ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യൽ പുണ്യമുണ്ട്, നമ്മളെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. അതുപോലെ 10ാമത്തെ സമയം, യാത്ര പോകുന്ന ആളാണ്. അപകടങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസവും എത്ര അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര ആക്സിഡന്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ യാത്ര പോകുന്ന ആളുകളാണ്. ആ യാത്രയിൽ അള്ളാഹുവിന്റെ കാവല് വേണം, ആ യാത്രയിൽ അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ യാത്ര പോകാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലണം. അതുപോലെ വീട്ടുകാരോട് സലാം പറയണം. ചില ആളുകൾ ഭാര്യയോട് തെറ്റിയിട്ടാ ജോലിക്കുക, ഉമ്മയോടും ഉപ്പയോടും തെറ്റിയിട്ടാ ജോലിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. തെറ്റിയിട്ട് ഒരാളോടും തെറ്റിയിട്ട് നമ്മൾ യാത്ര പോകാൻ പാടില്ല. യാത്ര പോകുമ്പോൾ ഭാര്യയോട് സലാം പറഞ്ഞ്, പറ്റുകയാണെങ്കിൽ ഭാര്യയുടെ നെറ്റിൽ ഒരു മുത്തം കൊടുത്ത്, ഉമ്മയുടെ കൈ പിടിച്ച് ഒരു മുത്തം കൊടുത്ത് സലാം പറഞ്ഞ്, ഉപ്പയോട് മുസാഫഹത്ത് ചെയ്ത്, മക്കളോടൊക്കെ നല്ല നിലക്ക് പെരുമാറി അവർക്കൊക്കെ ഓരോ മുത്തം കൊടുത്തിട്ടാണ് നമ്മൾ ജോലിക്ക് പോകേണ്ടത്. ചില ആളുകളൊക്കെ ജോലിക്ക് പോകുമ്പോൾ വല്ല ഭൂതത്തിന്റെ പോലെ മുഖം വീർപ്പിച്ച് വല്ല ഈനാമ്പേച്ചിരിയും പോലെയൊക്കെയാണ് ജോലിക്ക് പോകുക. അങ്ങനെ പോകരുത്. യാത്രയിൽ കാവലുണ്ടാകൂല. നമ്മൾ യാത്ര പോകുമ്പോൾ വീട്ടുകാരോടൊക്കെ സലാം പറഞ്ഞ് നല്ല നിലക്ക് യാത്ര പറഞ്ഞ പോകേണ്ടത്. ആ പോകുന്ന സമയത്ത് ഈ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ അവിടെ വലിയ കാവലാണ്. ആ യാത്രയിൽ നമ്മൾക്ക് ഒരു അപകടവും സംഭവിക്കില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. ഇത് വലിയ ആരിഫ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ, സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മക്കളിലും കുടുംബത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ, പിശാച് ബാധകയെ തൊട്ട് കാക്കണേ അല്ലാ, എല്ലാ ദുഃഖങ്ങളെ തൊട്ടും കാക്കണേ റബ്ബേ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ റബ്ബേ. ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.